നമസ്കാരം. മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൽ ഉടൻ തന്നെ ഒരു ബ്രേക്ക് ത്രൂ പ്രതീക്ഷിക്കാമെന്നും ഇറാനുമായി അമേരിക്ക ക്രിയേറ്റീവ് രീതിയിൽ ചർച്ചകൾ നടത്തുന്നുവെന്നും അടുത്ത 5 ദിവസത്തേക്ക് ഇറാൻ്റെ എനർജി ഇൻഫ്രാസ്ട്രക്ചറിലോ പവർ പ്ലാന്റുകളിലോ അമേരിക്ക ആക്രമണം നടത്തുകയില്ല എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനു ശേഷം ഗ്ലോബൽ മാർക്കറ്റും അമേരിക്കൻ മാർക്കറ്റും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അമേരിക്കൻ ഇൻഡെക്സുകൾ പോസിറ്റീവ് സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റി നാളെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരാനുള്ള സൂചനകളാണ് നൽകുന്നത്. നിഫ്റ്റി ഏറെക്കുറെ 4% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷൻ പ്രകാരം നാളെ ഇന്ത്യൻ മാർക്കറ്റ് 23,000-അടുത്തുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകാനാണ് സാധ്യത. അതേസമയം കാര്യങ്ങൾ പൂർണ്ണമായും പോസിറ്റീവ് ടെറിട്ടറിയിലെത്തിയെന്ന് നമ്മൾക്കൊരിക്കലും അവകാശപ്പെടാൻ സാധിക്കുകയില്ല. കാരണം ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി അമേരിക്ക 48 മണിക്കൂർ അൾട്ടിമേറ്റം ഇറാന് നൽകിയിട്ടുണ്ട്. ഈ ഒരു ആവശ്യത്തോട് ഇറാൻ നെഗറ്റീവ് രീതിയിലാണ് പ്രതികരിക്കുകയും ചെയ്യുന്നത്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടുമെന്നും ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടുമെന്നും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡിൻ്റെ വില കുറയ്ക്കുന്നതിന് വേണ്ടി അമേരിക്കയുടെ ഒരു സമ്മർദ്ദ തന്ത്രമാണ് ഇതെന്നും കൂടാതെ അമേരിക്കയുമായി ചർച്ചകൾ പോസിറ്റീവ് ദിശയിലല്ല നടക്കുന്നത് എന്നും ഇറാൻ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റുകളിലോ ഗ്ലോബൽ മാർക്കറ്റിലോ പ്രകടമല്ല. നാളെ ഇത് മാർക്കറ്റിൽ പ്രകടമാവുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും അതിനുശേഷം ഒരു സെല്ലിംഗ് പ്രഷറും, അതായത് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും വരാൻ സാധ്യതയുണ്ട്. നിഫ്റ്റി ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൻ്റെ സാധ്യതകൾ തന്നെയാണ് കാണിക്കുന്നത്. 23,000-അടുത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യും എന്നാണ് നിഫ്റ്റി ഫ്യൂച്ചർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കൂടാതെ ബ്രെൻഡ് ക്രൂഡിൻ്റെ വില $100 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഇടിയുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇന്ത്യൻ മാർക്കറ്റിന് അനുകൂല സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. അതേസമയം ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ 23,000 എന്ന റെസിസ്റ്റൻസ് സോണിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുക. അവിടെ നിന്നും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയാൽ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയുമുണ്ട്. കൂടാതെ ഇന്ന് മാർക്കറ്റിൽ ഒരു ഹെവി കറക്ഷൻ വന്ന സ്ഥിതിക്ക് നാളെ മാർക്കറ്റിൽ ഒരു ഷോർട്ട് കവറിങ്ങും പ്രതീക്ഷിക്കാം. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 22,200 ഇനിയുള്ള പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. ഇനി കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കായി മാറിയിരിക്കുകയാണ് വേദാന്ത. ഇന്ന് വേദാന്ത ഉൾപ്പെടെയുള്ള മെറ്റൽ സ്റ്റോക്കുകളിലൊക്കെ ശക്തമായ സെല്ലിംഗ് പ്രഷർ വന്നെങ്കിലും വേദാന്ത എന്ന കമ്പനി 11 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഇൻട്രിം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻട്രിം ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് മാർച്ച് 28 ഈ ഇൻട്രിം ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ കമ്പനി 2 പ്രാവശ്യം ഡിവിഡൻഡ് നൽകിയിരുന്നു. ഒന്ന് 7 രൂപ പെർ ഷെയർ എന്ന റേറ്റിലും അതിനുശേഷം 16 രൂപ പെർ ഷെയർ എന്ന റേറ്റിലും ആൾറെഡി 2 പ്രാവശ്യം കമ്പനി ഡിവിഡൻഡ് നൽകുകയും ചെയ്തു. കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ പ്രൊമോട്ടേഴ്സിന് 56% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും കമ്പനിയിൽ പാർട്ടിസിപ്പേഷനുണ്ട്. കൂടാതെ ഡീമർജറുമായി ബന്ധപ്പെട്ടും ചില അനൗൺസ്മെൻറ്റുകൾ കമ്പനി നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും വേദാന്ത എന്ന കമ്പനി അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഫേസിലൂടെ കടന്നു പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ 1:5 എന്ന റേഷ്യോയിൽ ഡീമർജർ കമ്പനി പ്രഖ്യാപിച്ചേക്കും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. പ്രത്യേകിച്ചും കമ്പനി അതിൻ്റെ മെറ്റൽ മൈനിങ് ബിസിനസ്സിനെ മൾട്ടിപ്പിൾ സെപ്പറേറ്റ് എൻറ്റിറ്റീസാക്കി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാനും ലക്ഷ്യമിടുന്നുണ്ട്. അതുകൊണ്ട് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ വേദാന്ത എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്.